ഹലോ നമസ്കാരം. നമുക്കിന്നൊരു തമിഴ്നാടൻ രസത്തിൻ്റെ ഒരു റെസിപ്പി നോക്കാം. അതിനായി ഒരു 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർക്കാനായി വെക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തു വയ്ക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് അതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത പുളിയും ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കാം. തക്കാളിയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവി എന്തെങ്കിലും വെച്ച് നന്നായി ഇതൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ഇത് നരിച്ച് മാറ്റി വയ്ക്കാം. ഇനി രസം പാകം ചെയ്യുന്നതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് മിക്സും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഈ സമയം 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തമിഴ്നാടൻ രസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.